അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാസി വായനയില് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് വിശദമായ മറുപടി നൽകുകയാണ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഖദീജ ബിൻത്ത് അബൂബക്കർ. അവരോടുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് വായിക്കുന്നത്. കുഞ്ഞിന്റെ ആദ്യ ഭക്ഷണം മുലപ്പാലാണല്ലോ. ജനിച്ച് എത്ര സമയം കഴിഞ്ഞാണ് മുല കൊടുത്തു തുടങ്ങേണ്ടത്? മറുപടി: എത്ര വേഗം കൊടുക്കാമോ അത്രയും നന്ന്. സാധാരണ പ്രസവമാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് തുടച്ച് അമ്മയെ ഏൽപ്പിച്ചാലുടൻ മുല കൊടുക്കണം. പ്രസവ സമയത്തെ രക്തവാർച്ച തടയാനും അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തമാക്കാനും ഇത് സഹായിക്കും. സിസേറിയൻ പ്രസവമാണെങ്കിൽ അനസ്തേഷ്യ വിട്ട് ഉണർന്ന ഉടൻ മുല കൊടുക്കണം. ഇതുപോലും 4 മണിക്കൂറിന് അപ്പുറം വൈകരുത്. ഇനി ചോദ്യം: തുടക്കത്തിൽ വേണ്ടത്ര പാലുണ്ടാകുമോ? മറുപടി: ആദ്യത്തെ 2-3 ദിവസം അല്പം മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രം എന്ന ദ്രാവകമാണ് മുലയിൽ ഊറുക. ഇത് പണ്ടൊക്കെ ചിലർ പിഴിഞ്ഞു കളയുമായിരുന്നു. അത് തെറ്റാണ്. കുഞ്ഞിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് കൊളസ്ട്രം. ഒരർത്ഥത്തിൽ ആദ്യത്തെ പ്രതിരോധ മരുന്നാണിത്. കുഞ്ഞിനു വേണ്ട പോഷകങ്ങളും പ്രതിരോധ ശക്തിയാർജിക്കാൻ വേണ്ട ആന്റിബോഡികളും ഒക്കെ ഉണ്ടാകും അതിൽ. 2-3 ദിവസം നമ്മൾ കരുതുന്ന അത്ര പാല് ഉണ്ടാവില്ല. പക്ഷേ കുഞ്ഞിന് അത് മതിയാകും. ഈ സമയത്ത് പാല് കുറവാണെന്ന് വിചാരിച്ച് മറ്റെന്തെങ്കിലും വെള്ളം കൊടുക്കുവാനുള്ള ത്വരയുണ്ടാകും. അങ്ങനെ ചെയ്യരുത്. നവജാത ശിശുവിന് വേണ്ടത്ര ജലാംശം ശരീരത്തിൽ തന്നെ കാണും. അത് വച്ചി കുടിക്കാറാകുമ്പോഴേക്കും മുലയിൽ പാല് വന്നുകൊള്ളും. നന്നായി മുലയീമ്പി കുടിക്കാൻ പ്രേരിപ്പിക്കണം, പഠിപ്പിക്കണം. കുഞ്ഞിന്റെ ആദ്യ ദിവസങ്ങളിൽ ശരീരഭാരം കുറയുന്നത് സ്വാഭാവികമാണ്. 10ാം ദിവസമേ ജനന സമയത്തെ തൂക്കം വീണ്ടും കിട്ടും. പിന്നെ തൂക്കം ക്രമമായി കൂടിക്കൊള്ളും. ഇനി ചോദ്യം: എത്ര തവണയാണ് മുല കൊടുക്കേണ്ടത്? മറുപടി: ആദ്യമൊക്കെ പാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും 2 മണിക്കൂറിലൊരിക്കൽ മുല കൊടുക്കണം. പാല് വന്നു തുടങ്ങിയാൽ വിശന്ന് കരയുമ്പോഴൊക്കെ മുല കൊടുക്കാം. ഒരിക്കൽ മുലയൂട്ടി മുല ഒഴിഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും കഴിയും പാല് നിറയാൻ. 3-4 മണിക്കൂർ ഇടവിട്ട് മുലയൂട്ടിയാൽ മതിയാവും. ഉറങ്ങുന്ന കുഞ്ഞിനെ സമയം നോക്കി ഉണർത്തി മുല കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദ്യം: ചൂടുകാലത്ത് മുലപ്പാൽ മതിയാകാതെ വരില്ലേ? അപ്പോൾ മറ്റു വെള്ളം കുടിപ്പിക്കാമോ? വേണ്ട. ചൂടുകാലത്ത് മുലപ്പാൽ നേർത്തിരിക്കും. വെള്ളം അതിൽ തന്നെ വേണ്ടത്ര കാണും. ശരീരത്തിന്റെ ഒരു രീതിയാണിത്. വയറ് നിറച്ച് മുലപ്പാല് കൊടുത്താൽ മതി. വെള്ളവും കിട്ടിക്കൊള്ളും. പാല് പോരെന്ന് തോന്നി 1-2 മാസമാകുമ്പോൾ തന്നെ പാലോ വെള്ളമോ കൊടുത്തു തുടങ്ങുന്നവരുണ്ട്. ഒട്ടും ശരിയല്ല അത്. വെള്ളം വേറെ കിട്ടിയാൽ മുല കുടിക്കാനുള്ള താല്പര്യവും ഈമ്പലും കുറയും. ഇതോടെ മുലപ്പാല് കുറയുന്നു. മറ്റു പാലും വെള്ളവും കൂട്ടേണ്ടിയും വരുന്നു. ഇനി ചോദ്യം: എത്ര കാലം വരെ മുലയൂട്ടണം? മറുപടി: വേണ്ടത്ര പാലുണ്ട് എങ്കിൽ 6 മാസം വരെ മുലപ്പാൽ മതിയാകും കുഞ്ഞിന്. 4 മാസം കഴിഞ്ഞാൽ കുറുക്ക് പോലുള്ള ആഹാരങ്ങൾ കുറേശ്ശെ കൊടുത്തു തുടങ്ങാം. മുലപ്പാലിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾക്ക് പുറമെ കുഞ്ഞിന് ആവശ്യമുള്ള ഇരുമ്പ് സത്ത് ലഭിക്കാൻ മുത്താറി അഥവാ റാഗി അത്യുത്തമമാണ്. 1-2 നേരം മുത്താറി കാച്ചി കൊടുക്കാം. അപ്പോഴും മുലപ്പാല് തുടരണം. 2 വയസ്സുവരെ സുഖമായി മുലയൂട്ടാം. പിന്നെയും തുടരാം. അടുത്ത കുഞ്ഞ് ഉടനെ വേണ്ട എന്ന് ഉള്ളവർക്ക് പറ്റിയ സ്വാഭാവിക ഗർഭ നിരോധന മാർഗം കൂടിയാണ് മുലയൂട്ടൽ. ക്രമേണ പാല് കുറഞ്ഞു വരുമ്പോൾ കുട്ടി സ്വയം കുടി നിർത്തിക്കോളും. മുലയിൽ ചെന്നിനായകവും മറ്റും പുരട്ടി കുടി നിർത്തിക്കേണ്ടതില്ല. പാലുള്ളപ്പോൾ നിർത്തുന്നത് അമ്മക്കും പ്രശ്നമുണ്ടാക്കും. ഇനി ചോദ്യം: മുലപ്പാൽ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം? മറുപടി: മുലപ്പാൽ തീരെയില്ലാതെ വരുന്നത് വളരെ അപൂർവമാണ്. അത്തരം കേസുകളിൽ മറ്റു പാലുകൾ വേണോ, കൃത്രിമ പാലുകൾ വേണോ, അഥവാ ബേബി ഫുഡുകളും ടിൻ പാലുകളും വേണോ എന്നൊക്കെ ഒരു ഡോക്ടറെ കണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ടിൻ ഫുഡ് വാങ്ങി കഴിക്കാൻ പറയാൻ എളുപ്പമാണ്. അതിന്റെ വില എല്ലാവർക്കും താങ്ങാൻ പറ്റണമെന്നില്ല. മൃഗപാലുകൾക്ക് അവയുടേതായ കുഴപ്പങ്ങളുമുണ്ട്. ഇനി ചോദ്യം: പശുപ്പാലാണോ ആട്ടിൻ പാലാണോ നല്ലത്? മറുപടി: കഴിയുന്നതും മൃഗങ്ങളുടെ പാല് 1 വയസ്സുവരെയെങ്കിലും കൊടുക്കാതെ നോക്കണം. പശുവിൻ പാല് പശുക്കുട്ടിക്കും ആട്ടിൻ പാല് ആട്ടിൻകുട്ടിക്കും കളിക്കാനുള്ളതാണല്ലോ. മൃഗപ്പാലുകളിൽ അടങ്ങിയ ആനിമൽ പ്രോട്ടീനുകളോട് ചിലപ്പോൾ കുഞ്ഞിന്റെ ശരീരം പ്രതികരിക്കും.
അവ നന്നായി ദഹിപ്പിക്കാൻ കുഞ്ഞിന് കഴിയണം എന്നില്ല. ഇവയ്ക്കെതിരെ ശരീരം പ്രതിദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പലതരം എക്സിമ എന്ന ചൊറി, ആസ്മ, ശ്വാസം മുട്ടൽ, കഫം, ചുമ, പലതരം അലർജികൾ, ചർമ്മത്തിൽ ചുവന്ന തുടിപ്പുകൾ തുടങ്ങിയവ മറ്റു പാലുകൾ നൽകുന്നത് മൂലം ഉണ്ടായേക്കാം. പാരമ്പര്യമായി ഇത്തരം പ്രശ്നങ്ങൾ വരാൻ ഇടയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. ചില കുട്ടികൾക്ക് മുട്ട കഴിച്ചാലും ഇങ്ങനെയൊക്കെ വരാം. പശുവിൻ പാലും ആട്ടിൻ പാലും തമ്മിൽ സ്വാഭാവികമായും വ്യത്യാസം കാണും. ഇന്നത് കൂടുതൽ നന്ന് എന്ന് പറയാനാവില്ല. അലർജിയുടെ കാര്യത്തിൽ വ്യക്തിപരമായ വ്യത്യാസം കാണാനും ഇടയുണ്ട്. വീട്ടിൽ പശുവാണെങ്കിൽ പശുവിൻ പാൽ, ആടാണെങ്കിൽ ആട്ടിൻ പാൽ അത്ര തന്നെ. മനുഷ്യന്റെ പാലിനോട് ഘടനാപരമായി ഏറ്റവും സാമ്യം ഉള്ളത് കഴുതപ്പാലിനാണ്. അത് നമ്മളാരും കുടിക്കാറുമില്ലല്ലോ. മുലപ്പാലിന്റെ മഹത്വം ഇതിലൊക്കെ അപ്പുറമാണ്. കുട്ടിയുടെ ബുദ്ധി, തലച്ചോറ് വികാസത്തിന് സഹായിക്കുന്ന പ്രോട്ടീനുകളും അമിനോ ആസിഡുകളുമെല്ലാം മനുഷ്യന്റെ പാലിലേയുള്ളൂ. ഇനി ചോദ്യം, മുലപ്പാൽ തികയാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തികയുന്നില്ല എന്നത് നമ്മുടെ തോന്നലാണ്. തികയും. പശുവിന്റെ കാര്യം നോക്കൂ. കുട്ടിക്ക് കുടിക്കാനും നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കുടിക്കാനും കടയിൽ കൊടുക്കാനും ഒക്കെ പാല് ചുരത്തുന്നില്ലേ? കറന്നാലേ പാലുണ്ടാവൂ എന്നത് നമുക്കും ബാധകമാണ്. കുഞ്ഞ് എത്ര കണ്ട് മുല കുടിക്കുന്നുവോ അത്രയും പാല് വരും. ഇത് മനസ്സിൽ വെച്ച് മുലയൂട്ടുന്ന അമ്മമാർ നല്ല പോഷകാഹാരങ്ങൾ നന്നായി കഴിക്കണമെന്നു മാത്രം. സമീകൃത ആഹാരമായിരിക്കണം അമ്മയുടേത്. അല്ലെങ്കിലും കുഞ്ഞിന് പാല് കിട്ടും, അമ്മ ക്ഷീണിച്ചു പോകും എന്ന് മാത്രം. കഴിവതും മാതാവ് ടെൻഷൻ ഇല്ലാതിരിക്കണം. മനസ്സ് ശാന്തമായിരുന്നാൽ പാലുൽപാദനം കൂടിക്കൊള്ളും. ഇനി ചോദ്യം, പാൽക്കുപ്പി ഉപയോഗിച്ച് പാല് കൊടുക്കുന്നത് കുഴപ്പമാണോ? മറുപടി, കുഴപ്പമാണ്. മുല കുടിക്കുന്ന പ്രായത്തിൽ കുപ്പിപ്പാൽ കൊടുക്കുകയേ അരുത്. വൃത്തി ഒരു കാരണമാണ്. കുപ്പിയും നിപ്പിളും അനുബന്ധ സാധനങ്ങളും വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. കുപ്പിപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് പാലിന്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, കുപ്പിയുടെ കുഴപ്പം കൊണ്ടും വയറ്റിൽ അസുഖങ്ങൾ കൂടുതലായിരിക്കും. മുലകുടിയും നിപ്പിൾ കുടിയും രണ്ടും രണ്ടാണ്. ചെറുപ്രായത്തിൽ കുപ്പിപ്പാൽ കൊടുക്കുന്ന കുഞ്ഞിന് ഈ രണ്ട് വിധിയും തമ്മിൽ മാറിപ്പോകാനും നിപ്പിൾ കൺഫ്യൂഷൻ എന്ന ആശയക്കുഴപ്പം ഉണ്ടാവാനും സാധ്യതയുണ്ട്. മുലപ്പാല് കിട്ടാൻ കുഞ്ഞ് മുലക്കണ്ണ് വായിലാക്കി വായ അടച്ച് നന്നായി വലിക്കണം. നിപ്പിളാണെങ്കിൽ വായ തുറന്ന് ഇറ്റി വീഴുന്ന പാല് അനായാസം കുടിക്കാം കുഞ്ഞിന്. വായ അടച്ചു പിടിച്ചാൽ പാല് വരവ് നിൽക്കുകയാണ് ചെയ്യുക. രണ്ടും രണ്ട് രീതിയാണ് എന്നർത്ഥം. അധ്വാനം കുറവ് കുപ്പിപ്പാൽ കുടിക്കാനാണ്. സ്വാഭാവികമായും കുഞ്ഞിന്റെ താല്പര്യം അങ്ങോട്ടേക്ക് മാറും. കൂടുതൽ പാൽ ഇങ്ങനെ കുടിച്ചാൽ മുലകുടി കുറയുന്നു, മുലപ്പാലും കുറയുന്നു. ഇനി ചെറിയ കുഞ്ഞിന് മറ്റു വിറ്റാമിനുകളും ബേബി ഫുഡുകളും ഒന്നും വേണ്ടി വരില്ലേ എന്നാണ് ചോദ്യം. മറുപടി, ഇല്ല. ഒക്കെ മുലപ്പാലിൽ നിന്നു തന്നെ കിട്ടും. കൂടുതലായി വേണ്ടി വരിക ഇരുമ്പ് സത്ത് മാത്രമാണ്. അതിന് മുത്താറി തന്നെ ധാരാളമാണ്. ബേബി ഫുഡുകൾ വാങ്ങിക്കൊടുത്താൽ ഗുണം ആ കമ്പനികൾക്ക് മാത്രമാണ്. ഇനി ചോദ്യം, മറ്റു ഭക്ഷണങ്ങൾ എപ്പോഴാണ് കൊടുത്തു തുടങ്ങുക? മറുപടി, 6 മാസം വരെ മുലപ്പാൽ മാത്രമായാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞതുപോലെ 4 മാസം മുതൽ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങാം. 6 മാസമായാൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുറേശ്ശെ കൊടുത്തു തുടങ്ങണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, വേവിച്ച ക്യാരറ്റ്, നേന്ത്രപ്പഴം ഇവ ഞെരടി ഉടച്ച് കുറേശ്ശെ കൊടുക്കണം. ഇഡ്ഡലി, ദോശ, അപ്പം ഇവയും ഞെരടി ഉടച്ചു കൊടുക്കാം. ലേശം വെണ്ണയോ നെയ്യോ പഞ്ചസാരയോ സ്വാദിനു വേണ്ടി ചേർക്കാം. പലതും ഒരുമിച്ച് കൊടുക്കരുത്. ഓരോന്നും 1-2 ദിവസം കൊടുത്തു നോക്കുക. പിന്നെ മാറ്റി കൊടുത്തു നോക്കണം. കഴിക്കുന്നതിന് അനുസരിച്ച് ക്രമേണ അളവും വ്യത്യസ്തതയും കൂട്ടാം. 1 വയസ്സാകുമ്പോഴേക്കും വീട്ടുകാരുടെ ഒപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റണം. ഇനി ചോദ്യം, മീനും മുട്ടയും ഇറച്ചിയുമൊക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാമോ? മറുപടി, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ആഹാരവും 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി കഴിക്കാൻ പഠിക്കണം. മീനിൽ ധാരാളം പ്രോട്ടീനും ധാതു ലവണങ്ങളുമുണ്ട്. 9 മാസം കഴിഞ്ഞാൽ മീന് വേവിച്ചു കൊടുക്കാം. 1 വയസ്സിനു ശേഷം ഇറച്ചിയും കൊടുക്കുന്നതിൽ തെറ്റില്ല. മുട്ടയും മറ്റും അലർജി ഉണ്ടോ എന്ന് നോക്കിയേ കൊടുക്കാവൂ. ഇനി ചോദ്യം, ബിസ്ക്കറ്റും മറ്റും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? മറുപടി, നമ്മുടെ നാടൻ ആഹാരങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് നല്ലത്. ബിസ്ക്കറ്റിന്റെയും മറ്റും സ്വാദുകൾ കൊണ്ട് കൂടുതൽ കഴിക്കും, വയറ് നിറയും. മറ്റൊന്നും കഴിക്കുകയുമില്ല. വയറ് നിറയുമെങ്കിലും ഇതൊന്നും സമീകൃതാഹാരം അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശീലിപ്പിക്കുക തന്നെ വേണം. വല്ലപ്പോഴും യാത്രയിലോ മറ്റോ ബിസ്ക്കറ്റും മറ്റും കൊടുക്കാം. സ്ഥിരം പരിപാടിയാക്കരുത്. ഇനി ചോദ്യം, ചോറും മറ്റും മിക്സിയിൽ അടിച്ചു കൊടുക്കണോ?
മറുപടി: ഒരിക്കലും അരുത്. ചോറും വേവിച്ച പച്ചക്കറിയും അപ്പവുമെല്ലാം കൈകൊണ്ട് ഞെരടി ഉടച്ചു നൽകിയാൽ മതി. മിക്സിയിൽ അടിച്ച് കുഴമ്പ് പാകത്തിലാക്കി കൊടുത്ത് ശീലിപ്പിച്ചാൽ കുഞ്ഞ് യഥാസമയം ചവക്കാൻ പഠിക്കില്ല. ഈ ശീലം തുടർന്നാൽ പല്ലു വന്ന ശേഷം കട്ടിയാഹാരം കൊടുത്താൽ അത് അണ്ണാക്കിൽ തട്ടുമ്പോൾ തന്നെ കുഞ്ഞ് ഛർദ്ദിക്കും. ഇനി ചോദ്യം: കുട്ടികൾക്ക് ബേക്കറി സാധനങ്ങൾ നൽകാൻ പറ്റുമോ? മറുപടി: ബിസ്ക്കറ്റ് പോലെ തന്നെയാണ് അവയെല്ലാം. അവ ഊർജം നൽകും, കുട്ടിക്ക് തടിയും വണ്ണവും ഒക്കെ കാണും. പക്ഷേ ഇവ സമീകൃത ആഹാരമല്ലാത്തതിനാൽ ആരോഗ്യം കുറയുന്നു. ഇവ കഴിപ്പിച്ച് ശീലിപ്പിച്ചാൽ അത് തന്നെ വേണ്ടിവരും. തടിയും തൂക്കവും ഉണ്ട് എങ്കിലും പല അവശ്യ പോഷകങ്ങളും കുറവായിരിക്കും. ബേക്കറി വസ്തുക്കൾ തിന്നുന്ന കുട്ടികൾക്ക് വിറ്റാമിൻ കുറവ് മൂലം മുഖത്ത് പാടുകളും വിളർച്ചയുമൊക്കെ കാണും. തിന്നാനുണ്ടായിട്ടും പോഷകാഹാരമില്ലാത്ത അഫ്ലുവന്റ് ന്യൂട്രീഷൻ ഉണ്ടാകും. ബേക്കറി സാധനങ്ങളിലും മറ്റും ചേർക്കുന്ന കൃത്രിമ നിറങ്ങളും കേടാവാതിരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവുകളും വേറെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. സോഡിയം മെറ്റാബൈറ്റ് സൾഫേറ്റ് പോലുള്ള പ്രിസർവേറ്റീവുകൾ ആസ്മ, കരപ്പൻ, ചുവന്ന പാടുകൾ തുടങ്ങിയ പാർശ്വഫലങ്ങളും ഉണ്ടാക്കാറുണ്ട്. വല്ലപ്പോഴും ഒരു രസത്തിന് കഴിക്കാം എന്നല്ലാതെ ബേക്കറി സാധനങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കും സ്ഥിരമായി കൊടുക്കുകയേ അരുത്. ഇനി ചോദ്യം: ഹോർലിക്സ്, കോംപ്ലാൻ, ബോൺവിറ്റ പോലുള്ള ഫുഡ് സപ്ലിമെന്റുകൾ ഗുണകരമാണോ? മറുപടി: സാധാരണ മട്ടിൽ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് തൂക്കമുണ്ടാവുക, ക്ഷീണമൊന്നുമില്ലാതെ കളിക്കുക, ഇതൊക്കെയുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുടെ ആവശ്യമില്ല. മറ്റെല്ലാം പരസ്യങ്ങളിലെ അവകാശവാദങ്ങളും അനാവശ്യ ഭയങ്ങളും മാത്രമാണ്. പിന്നെ കോക്കോ ചേർന്ന അഥവാ ചോക്ലേറ്റ് നിറത്തിലുള്ള പൊടികൾ ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കും. ചുമ, ശ്വാസം മുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ കാണാം ഇവർക്ക്. ആസ്മയുടെ കുടുംബ പശ്ചാത്തലമുള്ളവർ ഇവ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ചോദ്യം: മിഠായി, കോള, ഐസ്ക്രീം ഇതൊക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ലേ? തീരെ വാങ്ങിക്കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? മറുപടി: മിഠായിയുടെ പ്രധാന ദോഷം അതിൽ ചേർക്കുന്ന നിറങ്ങളും പ്രിസർവേറ്റീവുകളും ഒക്കെയാണ്. ഐസ്ക്രീമിനും ഈ പ്രശ്നമുണ്ട്, കൂട്ടത്തിൽ തണുപ്പുമാണ്. കോളയുടെ കാര്യത്തിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുമുണ്ട്. കോള മാത്രം കഴിച്ച് മറ്റാഹാരം കഴിക്കാതെ പോഷകക്കുറവ് അനുഭവപ്പെടുന്ന കുട്ടികളെ ഗൾഫ് പശ്ചാത്തലമുള്ള വീടുകളിൽ കണ്ടിട്ടുണ്ട്. മിഠായിയും ഐസ്ക്രീമുമൊക്കെ വല്ലപ്പോഴും കൊടുക്കാം. തീരെ ഒഴിവാക്കി മനപ്രയാസം ഉണ്ടാക്കണ്ടല്ലോ. പ്രമേഹം ഉള്ളവരോടും വല്ലപ്പോഴും മധുരം കഴിച്ച് ആശ തീർത്തോളാൻ ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്. പഞ്ചസാരയും തീരെ കൊടുക്കാതിരിക്കേണ്ട, കുട്ടികൾക്ക് മിതമായ വിധം കൊടുക്കാം. ഇനി ചോദ്യം: കുട്ടികൾ പലപ്പോഴും എല്ലാ ഭക്ഷണവും കഴിക്കില്ല, ചിലതു മാത്രം മതി. ഇതൊരു പ്രശ്നമാണോ? മറുപടി: ഒരു സാധനം മാത്രം കൂടുതലായി കഴിക്കുന്നത് നല്ലതല്ല. അത് ബാലൻസ്ഡ് ഡയറ്റ് ആവില്ല. എല്ലാ പോഷക മൂല്യങ്ങളും കുട്ടികൾക്ക് കിട്ടണം. നേരത്തെ ബിസ്ക്കറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തടി കാണും, വിളർച്ചയും കാണും. ഇവർക്ക് മറ്റു വിറ്റാമിനുകളും പോഷകങ്ങളും കിട്ടാൻ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ധാരാളം കഴിപ്പിക്കണം. ചീര, കൈപ്പക്ക, പേരക്ക അങ്ങനെയെല്ലാം കൊടുക്കാം. ഇനി ചോദ്യം: കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, എന്താണ് ചെയ്യേണ്ടത്? മറുപടി: വളരെ വ്യാപകമായി കേൾക്കുന്ന പരാതിയാണിത്. എല്ലാ അമ്മമാരും പറയും എന്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല എന്ന്. ലളിതമാണ് മറുപടി. ഒന്നും കഴിക്കാത്ത കുട്ടിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. വിശപ്പുണ്ടെങ്കിൽ കുട്ടി കഴിച്ചോളും. നമ്മൾ വിചാരിച്ച അത്ര കുട്ടി കഴിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. സത്യത്തിൽ കുട്ടിക്കല്ല, നമുക്കാണ് വാശി. വേണ്ടത്ര കഴിക്കാനുള്ള സൗഹാർദ്ദപരമായ സാഹചര്യം ഉണ്ടാക്കലാണ് പ്രധാനം. കഴിക്ക് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പിറകെ നടക്കുകയും ചെയ്താൽ കുട്ടിക്ക് ഭക്ഷണത്തോട് തന്നെ വിരക്തി വരും. ഡോക്ടറെ വിളിക്കും, സൂചി വെക്കും, മാഷ് തല്ലുമെന്നൊക്കെ ഭയപ്പെടുത്തിയാണ് പലരും കുഞ്ഞിനെ തീറ്റാറ്. ഡോക്ടറെയും മാഷെയും അനാവശ്യമായി വെറുക്കുമെന്നതിനേക്കാൾ പ്രധാനം ഭക്ഷണ സമയം അടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് പേടി തുടങ്ങുമെന്നതാണ്. അപ്പോഴേ വിശപ്പ് കെടും. ആ സമയം എങ്ങനെയെങ്കിലും കടന്നു കിട്ടാനാവും കുട്ടിയുടെ ശ്രമം. ഒരുമിച്ചിരുന്ന് ചിരിച്ചു കളിച്ച് കഴിപ്പിക്കുകയാണ് വേണ്ടത്. ഈ ചോദ്യം: ശരിക്കും ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടത്? വിശപ്പുണ്ടെങ്കിൽ കുട്ടി കഴിക്കും. 11 മണിക്ക് 2 ഗ്ലാസ് പാല് കുടിച്ചാൽ ഉച്ചക്ക് ചോറുണ്ണുമോ? നമ്മൾ 10 ഗ്ലാസ് പാല് കുടിക്കും പോലെയാണ് ചെറിയ കുട്ടിക്ക് 2 ഗ്ലാസ് പാല്. ഉച്ചക്ക് നന്നായി കഴിക്കണമെങ്കിൽ അപ്പോഴേക്കും വിശക്കാൻ പാകത്തിന് ഭക്ഷണം നേരത്തെ കൊടുക്കണം. കുഞ്ഞിന് തൂക്കക്കുറവില്ല എങ്കിൽ, കളിയും ചിരിയും ഒക്കെ ഉണ്ട് എങ്കിൽ ഒരു പ്രശ്നവുമില്ല.
അയൽപക്കത്തെ കുട്ടിയെ നോക്ക്, എത്ര നന്നായി തിന്നുന്നു തുടങ്ങിയ അനാവശ്യ താരതമ്യങ്ങൾ ഒഴിവാക്കണം. പുതിയ അണുകുടുംബങ്ങളുടെ പൊതു പ്രശ്നമാണ് ഇത്. അമ്മൂമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ കാക്കയെയും പൂച്ചയെയും കാണിച്ച് അവർ കുട്ടിയെ കളിപ്പിച്ചോളും. ഉണ്ണുക എന്നത് സന്തോഷകരമായ അനുഭവമാകേണ്ടേ? ഉച്ചക്ക് കുട്ടിയെ തീറ്റിയിട്ട് വേണം 2 മണിക്ക് ഓഫീസിലെത്താൻ എന്ന ധൃതിയോടെ ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. പ്രഷർ വേണ്ട, കുട്ടി സ്വയം കഴിച്ചോളും. അസമയങ്ങളിലുള്ള അനാവശ്യ ഭക്ഷണങ്ങൾ അഥവാ ബിസ്ക്കറ്റും പാലുമൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ശരിയായ സമയത്ത് കുട്ടികൾ ആഹാരം കഴിക്കും. ഇനി ചോദ്യം, കുട്ടികൾക്ക് ഭക്ഷണം മതിയാകുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക? മറുപടി, ചെറിയ കുട്ടിയുടെ കാര്യത്തിൽ മൂത്രമൊഴിക്കുന്നത് നോക്കി മുലപ്പാൽ മതിയാകുന്നുണ്ടോ എന്ന് അറിയാം. ദിവസം 6 തവണയെങ്കിലും മൂത്രമൊഴിച്ചാൽ നന്നായി പാല് കിട്ടുന്നുണ്ട് എന്നർത്ഥം. നവജാത ശിശുവിന് പ്രതിദിനം 20 അല്ലെങ്കിൽ 30 ഗ്രാം തൂക്കം കൂടുകയും ചെയ്യും. കുട്ടികൾക്ക് പ്രായത്തിന് അനുസരിച്ച് തൂക്കമുണ്ടെങ്കിൽ പേടിക്കാനില്ല. ചോദ്യം, കുട്ടികളിലെ വിരശല്യവും ഭക്ഷണവും തമ്മിൽ ബന്ധമുണ്ടോ? മറുപടി, ഭക്ഷണവുമായല്ല, ശുചിത്വവുമായാണ് ബന്ധം. അനാരോഗ്യകരമായ ചുറ്റുപാടാണ് വിരശല്യത്തിന് കാരണമാകുന്നത്. നന്നായി ചൂടാക്കി തന്നെ പാചകം ചെയ്യണം. പാചകം നന്നായാൽ പോരാ, പാത്രവും നന്നാവണം. ഭക്ഷണത്തിന് മുമ്പും പിമ്പും നന്നായി കൈ കഴുകണം. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കാൻ രക്ഷിതാക്കൾ തന്നെ മുൻകൈയെടുക്കണം. വിരക്ക് ചികിത്സ ചെയ്യുമ്പോൾ വീട്ടിൽ എല്ലാവരും മരുന്ന് കഴിക്കണം. കുട്ടി മാത്രം കഴിച്ചാൽ പോരാ. രാത്രി കുട്ടി മലദ്വാരം ചൊറിയുന്നുണ്ടാവും. അതിനാൽ രാവിലെ പല്ലു തേപ്പിക്കും മുമ്പ് വിരലുകൾ വൃത്തിയാക്കണം. വീട്ടിൽ പാചകം ചെയ്യുന്നവരും വൃത്തി കാത്തു സൂക്ഷിക്കണം. 6 മാസത്തിൽ ഒരിക്കൽ കുട്ടിക്ക് വിരയിളക്കം എന്ന് പറയുന്നതിൽ കാര്യമില്ല. വിരയുണ്ടെങ്കിൽ മതി ചികിത്സ. മലദ്വാരം കൈകൊണ്ട് നേരിട്ട് ചൊറിയാൻ പറ്റത്തക്ക വിധത്തിലുള്ള അടിയുടുപ്പ് രാത്രി ഇടുവിക്കാം. വിരലിൽ മുട്ട പറ്റിപ്പിടിച്ച് അത് വീണ്ടും വയറ്റിൽ എത്തുന്നത് തടയണം. ഇനി ചോദ്യം, കുട്ടികൾ വിരൽ കടിക്കുന്നത് ഭക്ഷണം പോരാത്തതിന്റെ സൂചനയാണോ? മറുപടി, അല്ല. ഭക്ഷണവുമായി ബന്ധമൊന്നുമില്ല ഇതിന്. അമ്മയുമായുള്ള വൈകാരിക ബന്ധത്തിന്റെയും മറ്റും സൂചനയാണിത്. വിരൽ ഭൂരിപക്ഷവും സ്വയം നിർത്തിക്കൊള്ളും. നിർബന്ധിച്ച് നിർത്തിക്കാൻ ശ്രമിച്ചാൽ കൂടുകയാണ് ചെയ്യുക. പല സ്ഥലത്തും തൊട്ട് ആ വിരൽ ഈമ്പുമ്പോൾ അവിടെയൊക്കെ നക്കുന്ന ഫലമാണല്ലോ ഉണ്ടാവുക. വിരശല്യം പോലുള്ള ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ശീലമാണിത്. തഴമ്പ്, പല്ലുണ്ടൽ പോലുള്ളവ ഇതുമൂലമുണ്ടാകുന്നു. ഇനി ചോദ്യം, ഭക്ഷണ പദാർത്ഥമല്ലാത്ത മണ്ണും മറ്റും തിന്നുന്ന കുട്ടികളുണ്ട്. എന്താണ് പരിഹാരം? മറുപടി, സാധാരണ കളിക്കാത്തവ, കല്ല്, ഭിത്തി, അരി, മണ്ണ് തുടങ്ങിയവയോട് താല്പര്യം കാട്ടുന്ന കുട്ടികളുണ്ട്. പൈക എന്ന അവസ്ഥയാണിത്. ഇരുമ്പിന്റെയും മറ്റു ധാതുക്കളുടെയും കുറവ് കൊണ്ടും ഇത് വരാം. വിരയിളക്കുക, അയൺ തെറാപ്പി തുടങ്ങിയ പരിഹാരങ്ങളാണ് ഉള്ളത്. ചോദ്യം, സ്കൂൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? മറുപടി, സ്കൂളുകളിലേക്ക് വീട്ടുഭക്ഷണം തന്നെ കൊടുത്തുവിടണം. സ്കൂൾ വിട്ട് വിശന്ന് വരുമ്പോൾ ബേക്കറി പലഹാരങ്ങൾ കൊടുക്കുന്നത് നല്ലതല്ല. നല്ല വിശപ്പുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കഴിച്ചോട്ടെ. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറുണ്ണാത്ത കുട്ടികളാണെങ്കിൽ വൈകുന്നേരം വീട്ടിലെത്തി ചോറ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. ഇടനേരത്ത് കഴിക്കാൻ പഴങ്ങൾ കൊടുത്തുവിടാം. ന്യൂഡിൽസ്, പഫ്സ് തുടങ്ങിയവ സ്കൂളിലേക്ക് കൊടുത്തയക്കുന്ന പതിവ് ശരിയല്ല. ഈ ചോദ്യം, കൗമാരപ്രായം എത്തുമ്പോൾ ഭക്ഷണശീലങ്ങൾ മാറുമല്ലോ, അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മറുപടി, കൗമാരപ്രായത്തിൽ കൂട്ടുകാരോടൊത്ത് പലതും കഴിക്കും. കുറെയൊക്കെ ആവാം. നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ വിട്ടുള്ള പരിഷ്കൃത ഭക്ഷണശീലം അരുത്. പെൺകുട്ടികളാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആർത്തവം തുടങ്ങുന്ന അല്ലെങ്കിൽ ആർത്തവം തുടരുന്ന കാലത്ത് ഇരുമ്പ് സത്തുള്ള ഭക്ഷണം നന്നായി കഴിക്കണം. ഈ പ്രായത്തിൽ വിളർച്ച ബാധിക്കാൻ സാധ്യത ഏറെയാണ്. ഇലക്കറികൾ, പ്രത്യേകിച്ച് ചീര നിർബന്ധമായും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഈ ചോദ്യം, കൗമാരക്കാർ വണ്ണം കൂടാതിരിക്കാൻ ഡയറ്റിംഗ് നടത്താറുണ്ട്. ഇത് ആവശ്യമാണ്. മറുപടി, തീർത്തും അനാരോഗ്യകരമാണ് ഇത്. കാരണം നമ്മുടെ കുട്ടികൾ നടത്തുന്ന ഡയറ്റിംഗ് ഒരിക്കലും സമീകൃതമല്ല. ചില സാധനങ്ങൾ ഒഴിവാക്കും, വേറെ ചിലത് കഴിക്കും. വളരുന്ന പ്രായത്തിൽ വേണ്ട പോഷകങ്ങൾ പലതും ഇങ്ങനെ നഷ്ടപ്പെടുന്നു. ഒരു മാസം ഡയറ്റിംഗ് നടത്തുന്നു, പിന്നത്തെ മാസം ഭക്ഷണം കൂടുന്നു. ജങ്ക് ഫുഡ് എന്ന് അറിയപ്പെടുന്ന ബേക്കറി, ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുക. ഇത് ആരോഗ്യം താറുമാറാക്കുന്നു. വളരുന്ന പ്രായത്തിൽ ഡയറ്റിംഗ് വേണ്ട. തടി കൂടുന്നുണ്ട് എന്നും സ്ലിം ആവണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ ഭക്ഷണം കുറക്കാതെ വ്യായാമം കൂട്ടുക. ഭക്ഷണം കുറക്കുന്നത് പഠനത്തെയും പരീക്ഷയെയും കായിക ശേഷിയെയും ഒക്കെ ബാധിക്കുന്നു. ഓടിക്കളികളെല്ലാം ഒഴിവാക്കി ചിപ്സും മിക്സറും തിന്ന് TV കണ്ടിരിക്കുന്ന ഏർപ്പാടാണ് നിർത്തേണ്ടത്. തൂക്കം കൂടുന്നുണ്ട് എങ്കിൽ മധുരം നിർത്താം. കൊഴുപ്പുള്ളതും വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളും ഒഴിവാക്കാം. വറുത്ത കായ മുഴുവൻ എണ്ണയാണെന്ന് അറിയുക.
മീൻ പൊരിച്ചത് വേണ്ട, കറി മതി, പച്ചക്കറി ധാരാളം കഴിക്കണം, ദിവസവും 1 മണിക്കൂറെങ്കിലും കളികളും സൈക്കിളോട്ടവും നടത്തുമൊക്കെയായി ചെലവഴിക്കണം, ഭക്ഷണം കഴിക്കാതെ ശരീരം മെലിയിക്കുന്ന അനോറക്സിയ നോർവോസോ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ അതിനുള്ള ചികിത്സ ചെയ്ത് പരിഹരിക്കണം. ചുരുക്കത്തിൽ കൗമാരത്തിൽ ഭക്ഷണ നിയന്ത്രണം ആശ്വാസമേയല്ല. പ്രവാസി വായനയിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഖദീജ ബിൻത്ത് അബൂബക്കറാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.